ഹായ്, അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളതാണ് നോക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ട്രേസിംഗ് ചേഞ്ചസ് ത്രൂ 1000 years. അപ്പോൾ നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാസ്റ്റാണ്, നടന്ന സംഭവങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി നമ്മൾ ഇങ്ങനെ ഒരു വിഷയം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം എന്താണ് ഹിസ്റ്ററി എന്നാണ്. നമ്മൾ 6ാം ക്ലാസ്സിലൊക്കെ ഒരുപാട് പറഞ്ഞ, അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച കാര്യം വാട്ട് ഈസ് ഹിസ്റ്ററി, എന്താണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഹിസ്റ്ററിയെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ എന്ത് ചെയ്തിരിക്കുന്നത് പഠിച്ചിരിക്കും. അപ്പോൾ എന്താണ് ഹിസ്റ്ററി നമുക്കറിയാം. എന്നോ എപ്പോഴോ നടന്ന കുറേ സംഭവങ്ങളെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ എന്താണ്, പാസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി ആസ് എ ഡിസിപ്ലിൻ. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ശ്രദ്ധിക്കുക. ഡിസിപ്ലിൻ എന്ന് പറയുന്ന വേർഡിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് അച്ചടക്കം, അത് നമുക്കറിയാം. മറ്റൊന്ന് ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ പഠന വിഷയം എന്നൊരർത്ഥം കൂടിയുണ്ട്. ഇതാണ് ഒന്ന് അച്ചടക്കമാണ്, മറ്റൊന്ന് എന്താണ് പഠന വിഷയം അല്ലെങ്കിൽ പാഠ്യ വിഷയം എന്നൊരർത്ഥവും ഏത് വാക്കിനുണ്ട്, ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്കിന്. ആസ് എ ഡിസിപ്ലിൻ ഹിസ്റ്ററി മീൻസ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് പാസ്റ്റ് ഈവൻറ്റ്സ്. എന്താണ്, മുൻപ് എന്നോ നടന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് നടത്തുന്ന പഠനത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഹിസ്റ്ററി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്, ഹിസ്റ്ററി പഠിക്കുന്ന ആളാരായിരിക്കും, ദാറ്റ് ഇസ് ഹിസ്റ്റോറിയൻ. അപ്പോൾ എന്താണ്, ഹിസ്റ്ററി പഠിക്കുന്ന ആളാരാണ്, ഹിസ്റ്റോറിയൻ. ഹിസ്റ്റോറിയൻ എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന ആളിനെ വിളിക്കുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളറിയാം. നമ്മൾ എന്താണ് സബ് കോണ്ടിനെന്റിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നോക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ അതിന്റെ ഫ്രണ്ട് ആദ്യത്തെ 2 പേജുകളിൽ ചാപ്റ്ററിന്റെ ആ തുടക്കം 2 പേജുകൾ 2 മാപ്പുകൾ കാണാം. അപ്പോൾ എന്താണ്, നമ്മുടെ സബ് കോണ്ടിനെന്റിനെ സംബന്ധിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് ആ മാപ്പുകളിൽ തന്നിരിക്കുന്നത്. നമുക്ക് പ്രധാനമായി ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ചോദിച്ചു വരുന്ന അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാപ്പ് 1 and 2. ഈ പറയപ്പെടുന്ന മാപ്പ് 1 ഉം 2 നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ഈ മാപ്പ് 1 ഉം 2 തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രധാനമായും ചോദിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ 2 മാപ്പ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ മാപ്പ് 1 ഉം 2 നമ്മൾ പഠിച്ചു വെക്കുമ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ശ്രദ്ധിക്കണം, നമ്മൾ പോയിന്റ് ആയിട്ടായിരിക്കണം എഴുതാനുള്ളത്. ടെക്സ്റ്റിൽ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഈ മാപ്പ് 1 ഉം 2. ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് മാപ്പ് 1 ഉം 2 ഏതാണെന്നുള്ളത്. അപ്പോൾ ആ മാപ്പ് 1 ഉം 2 തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മാപ്പ് 1 നോക്കാം. എന്താണ് മാപ്പ് 1ന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ആക്ച്വലി ഫോംഡ് ഇൻ 1154. എന്താണ്, 1154 ഏത് മാപ്പ് നിർമ്മിച്ചിരിക്കുന്നത്, ഈ മാപ്പ് 1 നിർമ്മിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി പ്രിപ്പയർഡ് ബൈ അൽ ഇദ്രിസി. അപ്പൊ അൽ ഇദ്രിസി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ മാപ്പ് 1 എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, നമ്മൾ ആ മാപ്പ് 1 ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. സൗത്ത് ഇന്ത്യ ഈസ് വേർ നോർത്ത് ഇന്ത്യ ഈസ് ടുഡേ. അപ്പോൾ എന്താണ്, സൗത്ത് ഇന്ത്യ എവിടെയാണ്, ആ മാപ്പ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഇന്ന് നമ്മൾ സൗത്ത് ഇന്ത്യ എവിടെയാണോ കാണുന്നത് അതേ സ്ഥലത്താണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, നോർത്ത് ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നത് പ്ലേസ് ചെയ്ത്. അതായത് നമ്മുടെ ഇന്ത്യയെ തലതിരിച്ച് വെച്ചാൽ എങ്ങനെയായിരിക്കും അതുപോലെയായിരുന്നു എന്തെന്ന് പറയുന്നത് മാപ്പ് 1 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നമ്മുടെ സബ് കോണ്ടിനെന്റിനെയാണ് കാണിക്കുന്നത്. പക്ഷേ ആ മാപ്പ് നോക്കിയാൽ നമുക്ക് എങ്ങനെ തോന്നും, എന്താണ്, നേരെ തലതിരിച്ച് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ എവിടെയാണോ അവിടെ നോർത്ത് ഇന്ത്യ ഇരിക്കുന്ന അവസ്ഥയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആ മാപ്പ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ദെൻ അപ്പോൾ അതിനർത്ഥം എന്താണ്, ശ്രീലങ്ക is the island at the top. ശ്രീലങ്ക എന്ന് പറയുന്ന ഐലൻഡ് എവിടെയാണ് ആ മാപ്പിൽ, നേരെ ടോപ്പിലാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യ എന്താണ്, നമ്മൾ മാപ്പ് എടുത്ത് നോക്കി, ഇന്ന് നമ്മൾ സബ് കോണ്ടിനെന്റ് മാപ്പ് എടുത്ത് നോക്കി ഐലൻഡ് അല്ലെങ്കിൽ ശ്രീലങ്ക എന്ന് പറയുന്ന ഐലൻഡ് എവിടെയാണ് നമുക്ക് താഴെ ഭാഗത്താണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എന്താണ്, അൽ ഇദ്രിസിയുടെ മാപ്പിൽ അല്ലെങ്കിൽ എന്താണ് അൽ ഇദ്രിസി പ്രിപ്പയർ ചെയ്ത മാപ്പിൽ ഈ ശ്രീലങ്ക എവിടെ കാണാം, നമുക്ക് ശ്രീലങ്കയെ നമുക്ക് ടോപ്പിൽ കാണാൻ സാധിക്കും. ഓക്കെ, അതാണ് ഈ മാപ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ മാപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട നേച്ചർ അല്ലെങ്കിൽ അതിലെ എന്താണ് പേരുകളും മറ്റും എഴുതി സൂചിപ്പിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ്, അറബിക്കിലാണ്. ഓക്കെ, അറബിക്കിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മാപ്പിൽ എന്ത് ചെയ്തിരിക്കുന്നത്, പേരുകളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നത് എഴുതി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് മാപ്പ് 1ന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഈ മാപ്പ് എന്താണ് 1154 എന്ത് ചെയ്തിരിക്കുന്നത് മാപ്പ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ബൈ അൽ ഇദ്രിസി. അൽ ഇദ്രിസി എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ മാപ്പ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ദെൻ ഈ മാപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് ആക്ച്വലി സൗത്ത് ഇന്ത്യ ഈസ് വേർ നോർത്ത് ഇന്ത്യ ഈസ് ടുഡേ. അപ്പോൾ എന്താണ്, നോർത്ത് ഇന്ത്യ എവിടെയാണോ അവിടെയാണ് സൗത്ത് ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ എന്താണ്, ശ്രീലങ്ക എന്ന് പറയുന്ന ഐലൻഡ് എവിടെ സൂചിപ്പിച്ചിരിക്കുന്നു, ശ്രീലങ്ക ഈസ് ആൻ ഐലൻഡ് അറ്റ് ദി ടോപ്പ്. എന്താണ്, സബ് കോണ്ടിനെന്റിന്റെ മുകളിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്, ശ്രീലങ്ക എന്ന് പറയുന്ന ഐലൻഡിനെ കാണിച്ചിരിക്കുന്നത്. ദെൻ
ഇതിൽ വാല്യൂസ് അല്ലെങ്കിൽ എന്താണ് നെയിംസും മറ്റും സൂചിപ്പിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? അറബിക്കിലാണ്. അപ്പൊ ഇതാണെന്ന് പറയുന്നത് മാപ്പ് 1ന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മാപ്പ് 1 എന്ത് ചെയ്യാൻ നന്നായിട്ട് പഠിക്കുക. Then next one, മാപ്പ് 2. മാപ്പ് 2ന്റെ പ്രത്യേകത ഇറ്റ് ഈസ് ആക്ച്വലി ക്രിയേറ്റഡ് ഇൻ 1720. 1720ലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാപ്പ് 2 എന്ത് ചെയ്തിരിക്കുന്നത്? പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. Then ഇനി ഈ മാപ്പ് 2ന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റൽ ഏരിയാസ് ആർ ഡീറ്റെയിൽഡ്. മാപ്പ് 2നെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കോസ്റ്റൽ ഏരിയകളെല്ലാം നമ്മൾ ഇന്ന് സബ് കോണ്ടിനെന്റിന്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് എത്രത്തോളം വ്യക്തമാവോ ഏകദേശം അതിന് സമാനമായ രീതിയിൽ വളരെ സിമിലർ ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കോസ്റ്റൽ ഏരിയകളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്? ആ മാപ്പിൽ വിശദീകരിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാപ്പ് ആയതുകൊണ്ട് തന്നെ എന്താണ് കോസ്റ്റൽ ഏരിയയും മറ്റും നമ്മളിന്ന് സബ് കോണ്ടിനെന്റ് കാണുന്ന കണക്കിനല്ലേ സബ് കോണ്ടിനെന്റിന്റെ ഒരു ഷേപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് യൂറോപ്യൻ സൈലേഴ്സും മെർച്ചന്റ്സും എല്ലാം ഉപയോഗിച്ചിരുന്ന മാപ്പാണ് എന്ന് പറയുന്നത് ഈ മാപ്പ് 2 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ എ ഫ്രഞ്ച് കാർട്ടോഗ്രാഫർ. അപ്പൊ ഈ മാപ്പ് ആരാണ് തയ്യാറാക്കിയത്? ഒരു ഫ്രഞ്ച് കാർട്ടോഗ്രാഫർ ആണ് തയ്യാറാക്കിയത്. അപ്പൊ ആരാണ് ഈ കാർട്ടോഗ്രാഫർ അല്ലെങ്കിൽ കാർട്ടോഗ്രഫി എന്ന് പറയുന്ന ഒരു സംഗതി? എന്താണ് കാർട്ടോഗ്രാഫർ? നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സൺ ഹു മേക്സ് മാപ്പ്. എന്താണ്? മാപ്പ് നിർമ്മിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാപ്പ് 2ന്റെ പ്രത്യേകത ഒന്നുകൂടെ പറയാം. ഇറ്റ് ഈസ് ആക്ച്വലി ക്രിയേറ്റഡ് ഇൻ 1720. 1720ലാണ് ഇത് മാപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. മാപ്പ് 2 നിർമ്മിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ എ ഫ്രഞ്ച് കാർട്ടോഗ്രാഫർ. അപ്പോൾ നിർമ്മിച്ചത് ആരാണ്? ഒരു ഫ്രഞ്ച് കാർട്ടോഗ്രാഫർ ആണ്. ദെൻ ഈ മാപ്പിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? കോസ്റ്റൽ ഏരിയാസ് ആർ ഡീറ്റെയിൽഡ് ലൈക്ക് നൗ. അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് മാപ്പിൽ എങ്ങനെ കോസ്റ്റൽ ഏരിയാസ് കാണുന്നോ അതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. കോസ്റ്റൽ ഏരിയാസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് യൂറോപ്യൻ മെർച്ചന്റ്സും സെയിലേഴ്സും എല്ലാം എന്ത് ചെയ്തിരുന്നു? ഈ മാപ്പ് ഉപയോഗിച്ചിരുന്നു. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ എന്താണ് ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാപ്പ് 1 ആൻഡ് മാപ്പ് 2. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇത് ഒരു നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക? നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുക. ഓക്കെ.